നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂകാംബികയിലെ തൊട്ടടുത്തുള്ള ധർമ്മപീഠം എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഇവിടെ ഒരു ശിവലിംഗമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ധ്യാന കേന്ദ്രം കൂടിയാണിത്. ഞാൻ നിറയെ ഇവിടെ വരുമ്പോഴൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. കാരണം ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും ശാന്തതയും, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ മയിലുകളൊക്കെ, ചുറ്റുപാടുള്ള മയിലുകളുടെ ഒക്കെയുള്ള നൃത്തങ്ങളും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നമുക്കുണ്ടായത്. എൻ്റെ യോഗ പരിശീലകരായ നിരവധി ഓൺലൈനിലുള്ള സ്റ്റുഡൻസൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് വസായിൽ, ബോംബെയിലൊക്കെ ഉള്ള ആളുകളൊക്കെ അവരിവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം മാഷ് പരിചയപ്പെട്ടതിൽ ഇവിടുത്തെ തന്നു എന്ന് പറഞ്ഞതിൽ കുറേ മെസ്സേജ് അയച്ചിരുന്നു. ഇനിയും കുറച്ച് പേർക്കിത് ഇവിടെ അറിയാത്ത സ്ഥലങ്ങളുണ്ടാവും. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വന്ന് മൂകാംബികയിൽ നിന്ന് ഏതാണ്ട് ഒരു മാക്സിമം വന്ന ഒരു കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ ഇവിടേക്ക് എത്തിപ്പെടാൻ. ഒരു ഓട്ടോ പിടിച്ച് ഈ സൗപർണിക തീരത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ധ്യാന കേന്ദ്രം നമുക്ക് കാണാനും ഇവിടെ വന്ന് കുറച്ച് സമയം ധ്യാനത്തിലിരിക്കാനും സാധിക്കും. നമ്മൾ പറയും തോട്ട്ലെസ് മൈൻഡാണ് നമ്മളെ മനസ്സിൻ്റെ ശാന്തത നമുക്ക് തിരിച്ചറിയാനും ആഘോഷങ്ങളൊക്കെ നമുക്ക് എല്ലാം കൊണ്ടാടാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ സന്ദേശം നല്ല ഒരു റിലാക്സേഷനും ശാന്തതയും മനസ്സിൻ്റെ സന്തോഷവും നമുക്ക് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു ഫീൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ലൈവ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരം ഇടയിൽ ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നമുക്ക് മനസ്സിൻ്റെ ശാന്തതയുടെ കൂടെ മനസ്സിൻ്റെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം തുറന്ന സ്ഥലങ്ങൾ ധാരാളം നമ്മൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ മറ്റൊരു പ്രധാന കാര്യം, ഉടുപ്പിയിൽ നിന്ന് വരുമ്പോൾ അതും ഈ ഒരു വീഡിയോയിൽ പ്രത്യേകം ഷെയർ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് നമ്മളെ ഗീതാ മന്ദിരം. ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, കമ്പൗണ്ടിൽ തന്നെയാണ് വരുന്നത്. ഗീതാ മന്ദിരത്തിൽ പോയാൽ ശ്രീ പത്മനാഭൻ്റെ ആ ഒരു നിറഞ്ഞ ഒരു രൂപം നമുക്ക് കാണുവാനും അവിടെ അല്പസമയം ധ്യാനത്തിലിരിക്കുവാനും സാധിക്കും. ആ ഫോട്ടോയും കൂടെ, ശ്രീ പത്മനാഭ സ്വാമിയുടെ ഫോട്ടോയും കൂടെ, അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നു. ഇത് നമ്മൾ മൂകാംബികയിലെ ധർമ്മപീഠത്തിലെ തൊട്ടടുത്തുള്ള ബുദ്ധൻ മനോഹരമായിട്ടുള്ള, നമ്മൾ പറയില്ലേ പതഞ്ജലി മഹർഷിയുടെ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് ആ ഒരു പ്രതിമ ഇരിക്കുന്നത്. അതുപോലെ ബുദ്ധൻ ആ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നല്ലൊരു പ്രതിമ ഇവിടെയുണ്ട്. പച്ചപ്പുകളൊക്കെ കാണാം. മാത്രമല്ല ഇവിടെ താമസിക്കാൻ അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല സന്നിധിയിലേക്ക് അറിയപ്പെടട്ടെ. എല്ലാവർക്കും ഈ ധർമ്മപീഠത്തിൽ എത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനസ്സിൻ്റെ സന്തോഷവും നല്ല ആത്മസംതൃപ്തിയും കിട്ടുന്ന യോഗ പരിശീലന പദ്ധതി മനോഹരമായി ഞങ്ങളുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് ഭംഗിയായിട്ട് നമ്മൾ ആരോഗ്യ പരിപാലന പദ്ധതി വിജയിപ്പിക്കുവാനും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.